മലങ്കര സുറിയാനി സഭാ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായി അറിയപ്പെടുന്ന ഒരു സംഭവമാണ് കൂനൻ കുരിശ് സത്യം. സഭയുടെ പ്രാരംഭം മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രത്തിനിടയിൽ വളരെ ചുരുക്കമായ ചരിത്ര സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളൂ. മാർത്തോമാ ശ്ലീഹായുടെ വരവ്, ക്നായിത്തൊമ്മൻ്റെ വരവ്, പിന്നീട് 9-ാം നൂറ്റാണ്ടിലെ സാബോർ അഫ്രോത്ത് പിതാക്കന്മാരുടെ വരവ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് പോർച്ചുഗീസ് പീരീഡിലുള്ള സഭയുടെ ചരിത്രമാണ്. പോർച്ചുഗീസ് പീരീഡ് എന്ന് പറയുമ്പോൾ വാസ്കോ ഡി ഗാമയുടെ കൂടെ വന്ന കബ്രാളിൻ്റെ കൂടെ ഇന്ത്യക്കാരനൊരു ജോസഫ് പോർച്ചുഗലിലേക്ക് പോയതായ ചരിത്രരേഖകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിസ്ബണിലെ യാത്ര സംബന്ധിച്ച് അക്കാലത്ത് തന്നെ എഴുതപ്പെട്ട ചില ചരിത്ര രേഖകളുമുണ്ട്. ഈ കാലത്തോടുകൂടി കേരളത്തിലേക്ക് പോർച്ചുഗീസുകാർക്കുള്ള താല്പര്യം വർദ്ധിക്കുകയും പോർച്ചുഗീസ് മിഷണറിമാരും കേരളത്തിലേക്ക് വന്നു തുടങ്ങി. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പേർഷ്യൻ ബിഷപ്പുമാർ ഈ ജോസഫിൻ്റെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ്. ആ നെസ്തോറിയൻ ബിഷപ്പുമാരെന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈസ്റ്റ് സിറിയൻ അല്ലെങ്കിൽ പേർഷ്യൻ പിതാക്കന്മാർ മലങ്കര സഭയിൽ അന്ന് സജീവരായിട്ടുണ്ടായിരുന്നു. അന്ത്യോക്യൻ പിതാക്കന്മാർക്ക് ആ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് വരാൻ അന്നത്തെ മധ്യപൗരസ്ത്യ ദേശത്തെ, പ്രത്യേകിച്ച് തുർക്കിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒക്കെ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകൾ അതിൽ അവർക്ക് പ്രയാസമുണ്ടായതുകൊണ്ട് മെത്രാപ്പൊലിത്തന്മാരുടെ സഹായം ലഭിച്ചത് പേർഷ്യയിൽ നിന്നാണ്. അത് ഏകദേശം ഒരു 2 നൂറ്റാണ്ടുകളോളം നിലനിന്നു. അതിൻ്റെ ഒരു പര്യവസാനമായിട്ടാണ് ഒരു പോർച്ചുഗീസ് ബിഷപ്പ് ഇന്ത്യയിലെ ഗോവയിലേക്ക് വരികയും കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെക്കുറിച്ച് കേട്ടറിഞ്ഞ ആ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പ് കേരളം സന്ദർശിക്കുവാനായി വരികയും ചെയ്തു. അദ്ദേഹം ഗോവയിൽ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പല പ്രവർത്തനങ്ങൾ നടത്തി വന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ഇന്ത്യ മുഴുവൻ്റെയും ബിഷപ്പായിട്ട് ചുമതലകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ വന്ന അലക്സിസ് മെനസീസ് എന്ന് പറയുന്ന ഈ ആർച്ച് ബിഷപ്പ് 1599 മലങ്കരയിലെ പള്ളിപ്രതിനിധികളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ വെച്ച് ഇന്ത്യയിലെ സുറിയാനി ക്രിസ്ത്യാനികളെ മുഴുവൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള തീരുമാനങ്ങൾ അവിടെ എടുക്കുകയാണ് ചെയ്തത്. ആ സുന്നതദോസ് കൂടിയത് ഉദയംപേരൂർ എന്ന കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശത്തുള്ള ഒരു ദേവാലയത്തിൽ വെച്ചാണ്. ഈ ആർച്ച് ബിഷപ്പ് പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി കൊച്ചി രാജാവിൻ്റെ പിന്തുണയോടുകൂടി അവിടെ യോഗം വിളിച്ചു കൂട്ടുകയും സഭയെ മുഴുവനായി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും മലയാള സാഹിത്യത്തിൽ ഉൾപ്പെടെ ഗദ്ദി സാഹിത്യത്തിൽ ഇന്നറിയപ്പെടുന്ന ഉദയംപേരൂർ സുന്നതദോസിൻ്റെ കാനാനകൾ എന്ന ഗദ്യ നിയമങ്ങൾ എഴുതിയുണ്ടാക്കി അത് മലയാളത്തിൽ തന്നെ ഉള്ള ഒരു ഡോക്യുമെൻ്റായിട്ട് അക്കാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ആർച്ച് ബിഷപ്പ് മെനസീസ് കേരളത്തിലെ സഭയെ മൊത്തത്തിൽ
കീഴടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലങ്കരയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പഴയ പള്ളികളിലെല്ലാം അദ്ദേഹം പട്ടാളത്തിൻ്റെ അകമ്പടിയോടുകൂടി പോയി സന്ദർശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന പൗരാണികമായ സുറിയാനി ആരാധനാക്രമങ്ങളും പുസ്തകങ്ങളുമെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പേർഷ്യയിൽ നിന്നും അതുപോലെ അന്ത്യോക്യാൻ പ്രദേശം അടങ്ങുന്ന പാശ്ചാത്യ സുറിയാനി ആരാധന ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള പിതാക്കന്മാരുടെ വരവ് അവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വരുന്നവരെ ബലമായിട്ട് പിടിച്ച് അവരെ ജയിലിലേക്ക് അയക്കുകയും ഗോവായിലെ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അഹത്തള്ള എന്ന് പേരുള്ള ഒരു പാശ്ചാത്യ സുറിയാനി സഭാ മേലധ്യക്ഷൻ കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തെ മൈലാപ്പൂരിൽ വെച്ച് തന്നെ അവർ പിടിക്കുകയും കപ്പലിൽ കയറ്റി ഗോവായിലെ പീഡന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ അഹത്തള്ള മെത്രാനെ കൊച്ചി തുറമുഖത്ത് കൊണ്ടുവന്നു. അപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികൾ ഇത് രഹസ്യമായി അറിഞ്ഞ് അവരുടെ മെത്രാപ്പൊലീത്തായെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി അവർ കൂട്ടം കൂടി പരിശ്രമിച്ചു. ആ സമയത്താണ് ഈ പോർച്ചുഗീസ് മേലധികാരികൾ ഇദ്ദേഹത്തെ കടലിൽ കെട്ടിത്താഴ്ത്തി കൊച്ചിയിൽ വെള്ളത്തിൽ കടലിൽ മുക്കിക്കൊല്ലുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചില എഴുത്തുകാരൊക്കെ അദ്ദേഹത്തെ ഗോവായിലേക്ക് കൊണ്ടുപോയെന്നും ഗോവായിൽ നിന്ന് ലിസ്ബണിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ എഴുതാറുണ്ടെങ്കിലും മലങ്കരയിലെ പാരമ്പര്യവും മലങ്കരയിലെ രേഖകളും അനുസരിച്ച് അദ്ദേഹത്തെ കടലിൽ കെട്ടിത്താഴ്ത്തി എന്നുള്ളതാണ് അറിയപ്പെടുന്ന ചരിത്രം. ഇതിൽ വേദനിച്ചവരും ഒരു പരിധിവരെ കോപിച്ചവരുമായ സുറിയാനി ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് ആളുകൾ കൊച്ചി മട്ടാഞ്ചേരിയിൽ ഒന്നിച്ചു കൂടുകയും ഈ പോർച്ചുഗീസ് മേലധ്യക്ഷന്മാരുമായിട്ടോ കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാരുമായിട്ടോ യാതൊരു ബന്ധവും ഇനിമേലാൽ ഉണ്ടാകുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി മട്ടാഞ്ചേരിയിലെ തെരുവിലുള്ള ഒരു കുരിശിലെ കയറ് കെട്ടി അവിടെ വന്നു ചേർന്നിടത്തോളം ആളുകൾക്ക് പിടിക്കത്തക്കവണ്ണം ഈ കയറ് നീട്ടി കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് മുൻപ് ഞാൻ പറഞ്ഞ സത്യവാചകം അവർ ചൊല്ലുകയാണ് ഉണ്ടായത്. ആ കുരിശിനെ സ്വാഭാവികമായ ഒരു കൂന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ കുരിശിൽ തൊട്ടുകൊണ്ട് സത്യം ചെയ്ത സംഭവത്തിന് കൂനൻ കുരിശ് എന്ന് പേര് പിന്നീട് സഭാചരിത്രത്തിൽ ലഭ്യമാകുന്നത്. അതേ ഒരു പ്രത്യേക പള്ളിയിലോ ഒരു കുരിശിൻ്റെ ചുവട്ടിലെന്നുള്ളതല്ലാതെ മറ്റൊരു ആരാധനാ കേന്ദ്രത്തിലോ ഒന്നും നടന്നിട്ടുള്ളതായ ഒരു സംഭവമല്ല. മട്ടാഞ്ചേരി തെരുവിലുള്ള കുരിശിലാണ് അവൾ പിടിച്ച് സത്യം ചെയ്തത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പിന്നീട് അന്ത്യോക്യയിൽ നിന്ന് വന്ന പിതാക്കന്മാർ തന്നെ മട്ടാഞ്ചേരിയിൽ അവരുടെ പണച്ചെലവിൽ ഒരു പള്ളി പണിയുകയും പ്രസിദ്ധമായ മട്ടാഞ്ചേരി പള്ളി എന്ന് അത് പിന്നീട് അറിയപ്പെടുകയും ചെയ്തു. അത് മട്ടാഞ്ചേരി പള്ളി എന്നല്ലാതെ കൂനൻകുരിശ് പള്ളി എന്ന ഒരു പേര് അന്നുമില്ല, ഇന്നുമില്ല. ഇന്ന് ചില ആളുകളൊക്കെ അവിടെ ഒരു പൗരാണികത തോന്നത്തക്കവണ്ണം ഒരു പള്ളി പണിയിച്ചിട്ട് അതാണ് യഥാർത്ഥ കൂനൻകുരിശ് പള്ളി എന്നൊക്കെ പേരിട്ട് തീർത്ഥാടകരെയൊക്കെ ആകർഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കേണ്ട ഒരു വ്യക്തി അഹത്തള്ള ബാവയാണ്. അഹത്തള്ള ബാവ യാക്കൂബ് തൃതീയം പാത്രീർക്കീസ് ബാവ അദ്ദേഹത്തിൻ്റെ സഭാചരിത്രത്തിൽ പറയുന്നത് പോലെയാണെങ്കിൽ ആലപ്പുഴയിലുണ്ടായിരുന്ന ഒരു
ബിഷപ്പായിരുന്നു. അതുപോലെ നമ്മുടെ EM ഫിലിപ്പ് ഇന്ത്യൻ ചർച്ച് ഓഫ് സെൻറ്റ് തോമസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് അന്നത്തെ പാത്രിയർക്കീസായിരുന്ന ഇഗ്നാത്തിയോസ് ഷെമൂൻ എന്ന പേരുള്ള പാത്രിയർക്കീസ് നേരിട്ട് വന്നതാണ് അദ്ദേഹം എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും നമ്മുടെ ചരിത്രരേഖകളിലൊക്കെ ഞങ്ങളുടെ ബാവായെ അറുകൊല ചെയ്തു എന്ന പറങ്കുകളുമായി യാതൊരു ബന്ധവും ഞങ്ങളോ ഞങ്ങളുടെ തലമുറയോ ഒരു കാലത്തും സ്ഥാപിക്കുകയില്ല, തുടരുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ആ പ്രതിജ്ഞയാണ് ഈ അഹത്തള്ള ബാവായുമായിട്ട് ബന്ധപ്പെട്ട് നാം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. മലങ്കര സഭയുടെ പൗരാണിക വിശ്വാസം നിലനിർത്തുവാൻ ഏറ്റവും അധികം സംഭാവന ചെയ്യുകയും സ്വന്തം ജീവിതം തന്നെ അതിനായിട്ട് സമർപ്പിക്കുകയും ചെയ്ത ആളാണ് അഹത്തള്ള ബാവ. അഹത്തള്ള ബാവായുടെ ആ ജീവത്യാഗം കൊണ്ടാണ് പിന്നീട് മലങ്കര സഭയ്ക്ക് മെത്രാപ്പൊലിത്തന്മാർ വരുന്നതിനും മാർത്തോമ ഒന്നാമൻ തുടങ്ങിയ ഇവിടുത്തെ തദ്ദേശീയരായ മെത്രാന്മാർ വാഴിക്കപ്പെടുകയും ചെയ്യുന്നതിനിടയായത്. ആധികാരികമായ ചരിത്രം അല്ല എങ്കിലും ഈ അഹത്തള്ള ബാവായെ കെട്ടിത്താഴ്ത്തി എന്ന ആ അറബിക്കടലിൽ കൊച്ചിയോടടുത്തുള്ള ഒരു പ്രദേശമായ അർത്തുങ്കൽ പള്ളിയിൽ ഒരു വെളുത്തച്ഛൻ എന്ന പേരിലൊരു വിശുദ്ധൻ്റെ സ്മരണ അവരെ ആഘോഷിക്കുന്നുണ്ട്. ഈ വെളുത്തച്ഛൻ എന്ന പേര് വരാനുള്ള കാരണം നമ്മുടെ ഇന്ത്യക്കാരുടെ നിറവുമായിട്ട് സാദൃശ്യമില്ലാത്ത വിദേശിയായ ഒരു സായിപ്പിൻ്റെ നിറമുള്ള ഒരു വൈദിക വേഷധാരിയായിട്ട് തോന്നാവുന്ന ഒരു മൃതശരീരം അവിടെ കടലിൽ പൊങ്ങിയതായിട്ടും അവിടെ അവർ ഈ വെളുത്തച്ഛൻ്റെ ഓർമ്മ ആഘോഷിക്കുന്നതായിട്ടും വളരെ പ്രബലമായ പ്രാദേശിക പാരമ്പര്യങ്ങളുണ്ട്. അതുപോലെ മറ്റു പല പാരമ്പര്യങ്ങളും ഈ ബാവായെക്കുറിച്ച് പറയാറുണ്ട്. ഇന്ന് മലങ്കരയിലെ കത്തോലിക്കരല്ലാത്ത എല്ലാ സഭാവിഭാഗങ്ങളും യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, അതുപോലെ സ്വതന്ത്ര സുറിയാനി സഭ, ഈ സഭകളിലെല്ലാമുള്ള വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനപരമായി കടപ്പെട്ടിരിക്കുന്നത് ഈ പരിശുദ്ധ പിതാവിൻ്റെ ജീവത്യാഗത്തോടും അതേ തുടർന്ന് അവിടെ നടന്ന കൂനൻ കുരിശ് സംഭവത്തോടും ചേർന്നാണ്. കൂനൻ കുരിശ് സത്യം ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് ഇപ്പോൾ പറയുന്ന പല ആളുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് സഭാ സ്വാതന്ത്ര്യവും വിദേശാധിപത്യവും ചെറുക്കുന്നതിന് വേണ്ടിയാണ് കൂനൻ കുരിശ് സത്യം നടന്നതെങ്കിൽ ഒരു വിദേശിയായ ഒരു മെത്രാപ്പൊലീത്ത വന്നതിന് മലങ്കരയിലെ ജനങ്ങളും അവരുടെ സന്തതി തലമുറകളും ഒക്കെ ഈ വിദേശിയോടുള്ള ബന്ധം അല്ലെ വിദേശികളോടുള്ള ബന്ധം ഇല്ലാതാക്കുക അല്ല ചെയ്തത്. അവർ സത്യം ചെയ്ത് ആ വിദേശ ബിഷപ്പും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയും സ്വീകരിച്ച് ആദരിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, സുറിയാനി ക്രിസ്ത്യാനികൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. അഹത്തള്ള ബാവ തൊട്ട് ഈ കാലഘട്ടം വരെയുള്ള വിദേശികളായ മെത്രാന്മാരെയും കാതോലിക്കന്മാരെയും പാത്രിയർക്കീസ്മാരെയും ആദരിച്ച് സ്വീകരിച്ചു പോരുന്ന സഭാപാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് കൂനൻ കുരിശ് സത്യത്തെ നാം യഥാർത്ഥത്തിൽ കാണേണ്ടത്. അതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യവും.